നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു കിടിലൻ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ റയൽ മാഡ്രിഡും ലിവർപൂളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ മത്സരം കാണാൻ കഴിയുക. ലിവർപൂളിൻ്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. സമീപകാലത്ത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയലിനോട് ഏറ്റുമുട്ടിയപ്പോഴെല്ലാം ലിവർപൂളിന് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 2014-15 ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ലിവർപൂൾ റയലിനോട് പരാജയപ്പെട്ടിരുന്നു. പിന്നീട് ആ വർഷം തന്നെ റയലിനോട് ഗ്രൂപ്പ് സ്റ്റേജിൽ 1 ഗോളിന് വീണ്ടും പരാജയപ്പെടുകയും ചെയ്തു. 2017-18 ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡ് 1-3 ഗോളുകൾക്കാണ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2020-21 ക്വാർട്ടർ ഫൈനലിൽ ഫസ്റ്റ് ലെഗിൽ റയൽ മാഡ്രിഡ് 1-3 ഗോളുകൾക്ക് ലിവർപൂളിനെ പരാജയപ്പെടുത്തി. അതിൻ്റെ സെക്കൻഡ് ലെഗിൽ ഗോൾ രഹിത സമനിലയായിരുന്നു. അതുപോലെ തന്നെ 2021-22 ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിന് ലിവർപൂളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റയൽ മാഡ്രിഡ് കിരീടം ചൂടിയത്. പിന്നീട് 2022-23 സീസണിൽ നോക്കൗട്ട് സ്റ്റേജിൽ 2-5 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് ലിവർപൂളിനെ തോൽപ്പിച്ചിരുന്നു. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് ലെഗിൽ ഏകപക്ഷീയമായ 1 ഗോളിന് റയൽ മാഡ്രിഡ് ലിവർപൂളിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് സമീപകാലത്ത് UCL റയലിനോട് വിജയിക്കാൻ ഈ ഒരു ടീമിന് അഥവാ ലിവർപൂളിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇത്തവണ ലിവർപൂൾ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം റയൽ മാഡ്രിഡിന് ഇത് അത്ര നല്ല സമയമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതികാരം തീർക്കുമോ എന്ന ചോദ്യം ലിവർപൂളിൻ്റെ ക്യാപ്റ്റനായ വിർജിൽ വാൻ ഡൈക്കിനോട് ചോദിക്കപ്പെട്ടിരുന്നു. എന്നാൽ പ്രതികാരം എന്ന ഇന്ധനം തനിക്ക് ആവശ്യമില്ലെന്നും പക്ഷേ റയലിനെ പരാജയപ്പെടുത്താൻ തങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നുമാണ് വാൻ ഡൈക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ പ്രതികാരം എന്ന ഇന്ധനമൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചാമ്പ്യൻസ് ലീഗാണ്. ഇതൊരു വലിയ മത്സരമാണ്. ന്യൂട്രൽസിനെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു മത്സരമാണ് അവരെ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ടോപ്പിൽ തന്നെ തുടരണം. അതുകൊണ്ട് തന്നെ വിജയം ആവശ്യമാണ്. യാഥാർത്ഥ്യം എന്തെന്നാൽ ഇതുവരെ റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തീർത്തും നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത്തവണ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ ഒരു മത്സരത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് വിർജിൽ വാൻ ഡൈക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ഇതിനോടകം തന്നെ 2 തോൽവികൾ റയലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ലില്ലിയോട് ആദ്യം പരാജയപ്പെട്ടു. അതുപോലെ തന്നെ AC മിലാനും റയലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വിജയം അനിവാര്യമാണ്. ലിവർപൂളിനെതിരെ എപ്പോഴും മികച്ച പ്രകടനം നടത്താറുള്ള വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിൽ ഇല്ല എന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.